ഫുട്ബോളിലെ വിശ്വവിജയി ആരെന്നറിയാൻ ലോകം ഉറ്റുനോക്കുമ്പോൾ ലോകകപ്പിന്റെ ആവേശം ആരവുമായി പത്തനംതിട്ട കാർമൽ സെൻട്രൽ സ്കൂളും. റിവൈറൽ ഫുട്ബോൾ ടർഫിൽ സംഘടിപ്പിച്ച ഇൻസ്പയറ 2K26 ജില്ലയിലെ വിവിധ സ്കൂളുകൾ പങ്കെടുത്തു. പത്തനംതിട്ട മേരി മാതാ പബ്ലിക് സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. കഴിഞ്ഞ 1.5 മാസമായി 48 രാജ്യങ്ങൾ ഒരു പന്തിനായി ലോകമെമ്പാടും ഓടുകയായിരുന്നു. അവസാനം അത് 2 രാജ്യങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 16 വർഷത്തിന് ശേഷം കാളക്കൂറ്റന്മാരുടെ രാജ്യത്തിൽ നിന്നും യമാൽ എന്ന 19കാരൻ വീണ്ടും ചരിത്രം കുറിക്കുമോ അതോ വിജയത്തിന്റെ തുടർച്ചയാകുമോ മെസ്സിപ്പടയെ കാത്തിരിക്കുന്നത്? കാൽപന്ത് കളിയുടെ അവസാന വിസിലൂതാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അതിന്റെ ആവശ്യത്തിലാണ് നമ്മുടെ ഈ സ്കൂളുകൾ. ഇത് മഡോണ സ്കൂളുണ്ട്, CBSE സ്കൂളുണ്ട്, കാർമൽ സ്കൂളുണ്ട്, ഓൾ സയൻസ് സ്കൂളുണ്ട്, വേറെ ഏതൊക്കെ മേരി മാതാ സ്കൂളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ കോർഡിനേറ്റർ ആയിട്ടുള്ള പ്രിൻസ് അച്ഛനാണ്. അച്ഛാ, ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം CBSE നമ്മുടെ മേരി മാതാ അതിന്റെ മാനേജ് മൊത്തം ഏറ്റെടുത്തിരിക്കാന്നല്ലോ. എന്താ വെച്ചാൽ ഇതിന്റെ ആവശ്യം? സ്കൂൾ മേഖലയിൽ എല്ലാ കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടെ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഒരു കായിക മേഖലയാണ് നമ്മുടെ ഫുട്ബോൾ കളി എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലുള്ള ഒരു കായിക വാസന വളർത്തിയെടുക്കുവാനും അത് സമൂഹത്തിൽ അവരായിരിക്കുന്ന തലങ്ങളിൽ അവരെ തന്നെ ഒരുക്കിയെടുക്കാനുമുള്ള ഒരു വലിയ ഒരു കളിയാണല്ലോ ഫുട്ബോൾ. ഇന്ന് ലോകം മുഴുവനും കാത്തിരിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളതാണ്, ഏത് ടീം ജയിക്കും എന്നുള്ളത്. എല്ലാ ടീമിനെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും എന്നുള്ളതാണ്. വിജയവും തോൽവിയും അത് കളിയുടെ ആശ്രയിച്ചിരിക്കും. ഇരു ടീമിനും ഫൈനലിൽ വന്നിരിക്കുന്ന ഇരു ടീമിനും എല്ലാ സ്കൂളുകളുടെ കുഞ്ഞുങ്ങളുടെ പേരിലും പ്രത്യേകിച്ചുള്ള അഭിനന്ദനങ്ങളും എല്ലാം ആശംസകളും പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ദൈവം അവരുടെ നല്ല രീതിയിൽ കളിക്കുവാനും ലോകം നോക്കിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു വിജയം ഏത് ടീമിനായിരുന്നാലും അത് നന്നായിട്ട് കളിച്ച് നേടിയെടുക്കുവാനും ഒരു ബെസ്റ്റ് കളിയായിട്ട് കാണുവാനും അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ വിജയാശംസകളും പ്രാർത്ഥനയും പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുന്നു. 2 രാജ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അർജന്റീന വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? മെസ്സിയോടുള്ള ഇഷ്ടം കാരണം വേൾഡ് കപ്പ് അർഹത ഫുള്ള് നമ്മുടെ മെസ്സിക്ക്. അത് മെസ്സിക്ക് തന്നെ കിട്ടും. മെസ്സിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് അർജന്റീന ടീമിന്റെ ഫാൻകാർ പറയുന്നത്. നമുക്കിനി സ്പെയിനിലേക്ക് എത്താം. യമാലുള്ളതുകൊണ്ടല്ല. പക്ഷെ ഈ വട്ടത്തെ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ അർജന്റീന കളിച്ച് തന്നെ നേടിയ ഒരു വേൾഡ് കപ്പാണ്. പക്ഷെ ഈ വട്ടം എന്ന് പറയുന്നത് അവര് ഈജിപ്തിനോടും കേപ്പ് വെർദയോടും സ്വിറ്റ്സർലൻഡിനോടും ഇംഗ്ലണ്ടിനോട് ഒരു കളിച്ചാണ് ജയിച്ചത്. പക്ഷെ ഈജിപ്തിന് ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. പക്ഷെ റഫറി കാരണം അവര് അർജന്റീന ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് സ്പെയിനിന് വേണ്ടി ഞാൻ പിന്തുണയ്ക്കുന്നത്. എനിക്ക് അർജന്റീന ജയിക്കുന്നതല്ല, പക്ഷെ സ്പെയിൻ നല്ല ടീമാണ്. അതുകൊണ്ട് സ്പെയിൻ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ട് സ്പെയിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പോർച്ചുഗൽ ഇല്ലാത്തതുകൊണ്ടാണ് സ്പെയിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. കുട്ടികളാണെങ്കിലും അവർ ഈ മത്സരത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള വിലയിരുത്തലാണ് അവർ തന്നിട്ടുള്ളത്. അത് വരും കാലങ്ങളിലേക്ക് നമുക്കൊരു ചൂടുവെപ്പായി തന്നെ നമുക്ക് മാറ്റാം. നല്ല കളി കാഴ്ചവെക്കാൻ 2 രാജ്യങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊല്ലപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.